ഇത് ഏർജൻ്റായിട്ടുള്ളൊരു മെസ്സേജാണ്. നിങ്ങൾ ലവ് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾ ഒരു ലവ് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും കോണ്ടാക്ട്, നോ കോണ്ടാക്ട്, സെപ്പറേഷൻ, ബ്ലോക്ക് സിറ്റുവേഷനിൽ നിന്നിട്ട് നിങ്ങൾ അത്രയധികം അവരെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ അവരെപ്പോൾ വരും, എങ്ങനെ വരും, അവർ വരുമോ വരില്ലേ എന്നൊക്കെയുള്ള കുറേ നിരന്തരം ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണുക. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയാലും സെപ്പറേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ അവരെക്കുറിച്ച് നിങ്ങൾ കുറേ അധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു എനർജി അവർ ഓൾറെഡി സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ തോട്ട്സ് ഒരു എനർജിയാണ്. നിങ്ങൾ ആ ഒരു എനർജി അവർക്ക് ഓൾറെഡി സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ നെഗറ്റീവ് എനർജി ആയിരിക്കാം, ഒരിക്കലും പോസിറ്റീവ് ആവാൻ സാധ്യതയില്ല. അവരെപ്പോൾ വരും, അതിൽ എന്തുകൊണ്ട് വന്നില്ല, അവരെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുള്ള നെഗറ്റീവ് എനർജീസാണ്. നിങ്ങളത് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും തോറും അവരെ കൂടുതൽ പുഷ് ചെയ്ത് കളയാണ്. നിങ്ങൾക്കിതിൽ ഡിറ്റാച്ച് ആവണം. ഡിറ്റാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നത്. പ്രത്യേകിച്ച് ഹോപ്പണൊപ്പണോ ചെയ്യുന്ന ആൾക്കാരുകളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇമോഷൻസ് ഒന്നും കൂടെ കൂടും. നിങ്ങളുടെ ഓവർ തിങ്കിങ് ചിലപ്പോൾ കൂടുതൽ ഓൾറെഡി ഇമോഷൻസ് പുറത്ത് വരുന്നൊരു ടൈമാണ്. സോ മാക്സിമം നിങ്ങൾക്ക് അങ്ങനെ ഓവർ തിങ്ക്, നിങ്ങൾ ഡിറ്റാച്ച് ആയേ പറ്റൂ, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തേ പറ്റൂ. സോ അതിന് എന്ത് ചെയ്യും? നിങ്ങൾക്ക് എപ്പോഴൊക്കെ അങ്ങനത്തെ ഒരു തോട്ട്സ് വരുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഹോബി ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആളുടെ തോട്ട്സ് വരുന്നുണ്ട്, ഓവർ തിങ്ക് ചെയ്യാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലും പാട്ട് കേൾക്കുക, അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഹോബീസ് എന്തെങ്കിലുമായിട്ട് ഡൈവേർട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ തുടക്കത്തിൽ അത് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ വിത്ത് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഓർ ഹീലിംഗ് പ്രാക്ടീസ് ഇഫ് യു ഡു ദിസ് നിങ്ങൾക്ക് മെല്ലെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റും, മെല്ലെ ഡിറ്റാച്ച് ആവാൻ പറ്റും. അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിച്ച പേഴ്സൺ തിരിച്ചു വരുന്നത്. മനസ്സിലായോ? ആൻഡ് ഓൾസോ ഞാൻ പറയും, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ആളാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പോസിറ്റീവായിട്ട് ഡെഫിനറ്റ്ലി മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, അത് ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളോട് തന്നെ ക്ലിയർ ആയിരിക്കാം. സോ ഓൾസോ ഡിറ്റാച്ച് ഫ്രം ദ ഔട്ട്കം, ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ഫോർ യു. അപ്പോൾ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം ബുദ്ധിമുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും മെല്ലെ അത് ഓക്കെ ആവും. നിങ്ങളുടെ എനർജി നിങ്ങളിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നത്. നിങ്ങളത് മനസ്സിലാക്കി നോക്കുക. പല സിറ്റുവേഷൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി, എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അതന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത് അത് വരില്ല. എന്നാൽ നിങ്ങൾ എപ്പോൾ അതിനെക്കുറിച്ച് മറക്കുന്നോ അപ്പോൾ നിങ്ങളിലേക്ക് അത് വരും. അത് നിങ്ങൾ ഡിറ്റാച്ച് ആവുന്നതുകൊണ്ടാണ്, അപ്പോഴാണ് നിങ്ങളിലേക്ക് അത് അട്രാക്റ്റ് ആവുന്നത്. ഓക്കെ, സോ എപ്പോഴൊക്കെ ഒരു ചിന്തകൾ വരുമ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഹോബീസിൽ മാക്സിമം നിങ്ങളെ ബിസി ആക്കി വെക്കാൻ ശ്രമിക്കുക. സ്റ്റേ ബ്ലെസ്ഡ്.